ഡ്രൈവറുടെ അനാസ്ഥ മൂലം കഴിഞ്ഞ വർഷം സംസ്ഥാനത്തുണ്ടായത് 27,929 വാഹനാപകടങ്ങൾ, 2,292 മരണം. രാത്രികാലങ്ങളിൽ വാഹനമോടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കണ്ണുകൾക്ക് ക്ഷീണം തോന്നുകയോ ഉറക്കം വരികയോ ചെയ്തു കഴിഞ്ഞാൽ വാഹനം നിർത്തി വിശ്രമിക്കുക. ദൂരയാത്ര ഡ്രൈവിങ്ങിന് മുമ്പായി നന്നായി ഉറങ്ങിയിരിക്കണം. ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാളെ കൂടെ കൂട്ടുക. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഡിം ലൈറ്റ് നൽകുക. വലിയ വാഹനങ്ങളിൽ നിന്നും അകലം പാലിച്ച് വാഹനം ഓടിക്കുക. കനത്ത മഴയുള്ളപ്പോൾ രാത്രിയിൽ വാഹനം ഓടിക്കാതിരിക്കുക. വാഹനത്തിലെ എല്ലാ യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വാഹനാപകടങ്ങളും അതുമൂലമുണ്ടാകുന്ന മരണങ്ങളും വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം കോന്നിയിലുണ്ടായ ഒരു വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. അതിൻ്റെ അപകട കാരണമായി പറയുന്നത് രാത്രികാല ഡ്രൈവിങ്ങിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വാഹനമുണ്ട്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും വാഹനം ഓടിക്കുന്നവരുമാണ്. മോൻ ഓടിക്കും, മോൾ ഓടിക്കും, അച്ഛൻ ഓടിക്കും, അമ്മ ഓടിക്കും, എല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ ദൂരയാത്ര ഡ്രൈവിങ്ങിൽ ഒരു പ്രൊഫഷണൽ ഡ്രൈവറെ വെച്ച് വേണം വാഹനം ഓടിക്കുവാൻ. നമ്മുടെ കുട്ടികൾ നല്ലപോലെ വാഹനം ഓടിക്കുമെങ്കിലും ഒരു 50 കിലോമീറ്റർ കൂടുതൽ ദൂരം വാഹനം ഓടിക്കുമ്പോൾ അവർക്ക് ക്ഷീണം തോന്നും. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലാണെങ്കിൽ ഉറക്കം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് ദൂരയാത്രകൾ പോകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ വാഹനം ഓടിക്കാതെ രാപ്പകൽ വാഹനം ഓടിച്ച് പരിചയമുള്ള പ്രൊഫഷണൽ ഡ്രൈവർമാരെ വെച്ച് വാഹനം ഓടിക്കുക. അങ്ങനെ അപകടങ്ങൾ കഴിവതും ഒഴിവാക്കാവുന്നതാണ്. രാത്രികാല യാത്രകളിൽ ഡ്രൈവറെ തനിച്ചാക്കി ബാക്കിയുള്ളവരെല്ലാം ഇരുന്നുറങ്ങിയാൽ ഡ്രൈവർക്കും ഉറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കൂടെയുള്ള ഒരാൾ ഡ്രൈവറുമായി സംസാരിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കുക. അപ്പോൾ വലിയ അപകടം ഒഴിവാക്കാവുന്നതാണ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്ന ഒരു റോഡാണ് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത. ഈ റോഡിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം വളരെയേറെ അപകടങ്ങളാണ് ദിവസവും ഈ റോഡിൽ നടക്കുന്നത്. കുമ്പഴയിൽ നിന്നും മൈലപ്ര വരെയുള്ള റോഡിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, റോഡിൻ്റെ അരികിലെ വേലികളോ അതിനോട് ചേർന്നുള്ള മതിലുകളോ ഒന്നും തന്നെയില്ല. ദിവസം ഒരു അപകടമെങ്കിലും അവിടെ സ്ഥിരമായി നടക്കുന്നുണ്ട്. മണ്ഡലകാലം ആയിക്കഴിഞ്ഞാൽ അന്യ സംസ്ഥാനത്ത് നിന്നും വരുന്ന തീർത്ഥാടകരുടെ വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ അപകടം ഇവിടെ ഉണ്ടാക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അന്യസംസ്ഥാന വാഹനങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് കടക്കുമ്പോൾ ആ ബോർഡറിൽ വെച്ച് തന്നെ ഒരു വാണിംഗ് എന്ന നിലയിൽ അവർക്കൊരു നോട്ടീസ് കൊടുക്കേണ്ടതാണ്. നിങ്ങൾ 50 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 60 കിലോമീറ്റർ സ്പീഡിലെ ഈ കേരളത്തിലൂടെ പോകാവൂ എന്ന് പറഞ്ഞൊരു വാണിംഗ് കൊടുത്താൽ നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്നത് അന്യസംസ്ഥാന വാഹനങ്ങളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡരികിലെ വീടുകളിൽ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വാഹനം ഇടിച്ച് കയറുകയാണ്. കഴിഞ്ഞ ദിവസം കുമ്പഴ പത്തനംതിട്ട റോഡിൽ ഒരു പിക്കപ്പ് വാന് റോഡരികിലുള്ള ഒരു വീടിൻ്റെ ഗേറ്റ് ഇടിച്ച് തകർത്ത് വീടിനുള്ളിൽ കിടന്ന കാറിലിടിച്ച് വീട്ടിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാളുടെ കാലൊടിഞ്ഞു. അപ്പോൾ വീട്ടിലിരിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് വാഹനം ഓടിക്കുന്ന എല്ലാവരും ട്രാഫിക് നിയമങ്ങൾ പാലിച്ചിരിക്കണം. 2 വീലറിൽ യാത്ര ചെയ്യുന്ന 2 പേരും ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. മറ്റു വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. കാറിൽ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാരും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക. ഓരോ ജീവനും വിലപ്പെട്ടതാണ്.